നമസ്കാരം, ഏവർക്കും തനിനാടൻ ന്യൂസിലേക്ക് സ്വാഗതം. യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കുവാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുദ്ധം അവസാനിപ്പിക്കാൻ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യം പ്രാഥമിക ലക്ഷ്യം കൈവരിച്ചുവെന്ന വിലയിരുത്തലടക്കം നടത്തിയാണ് പുടിൻ നിലപാട് ഭയപ്പെടുത്തിയത്. മുംബൈയിൽ നാവികസേനാ ബോട്ടും യാത്രാ ബോട്ടും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിനിടെ കാണാതായ മലയാളി ദമ്പതികർ സുരക്ഷിതർ എന്ന് വിവരം. പത്തനംതിട്ടയിലുള്ള കൈപ്പട്ടൂർ സ്വദേശികളായ മാത്യു ജോർജ്, ഇഷ മാത്യു ജോർജ് എന്നിവരെയാണ് ജീവനോടുകൂടി കണ്ടെത്തിയത്. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇവരുടെ 6 വയസ്സുകാരൻ മകനെ മാത്രമാണ് കണ്ടെത്തുവാൻ ഇന്നലെ സാധിച്ചിരുന്നത്. ഇതോടെയാണ് അപകടത്തിന് പിന്നാലെ ദമ്പതികളെ കാണാതായെന്ന വാർത്ത പരന്നത്. ദമ്പതികൾ മുംബൈ ഡോക്ക് യാർഡിലുള്ളതായി മുംബൈ പോലീസ് സ്ഥിരീകരിച്ചു. ആയിരുന്നു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലഫൻ്റ ദ്വീപിലേക്ക് 100-ലധികം യാത്രക്കാരുമായി പോകുകയായിരുന്ന നീൽകമൽ എന്ന യാത്രാ ബോട്ട് ഇന്ത്യൻ നേവിയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചതിനെ തുടർന്നാണ് ബുച്ചർ ദ്വീപിന് സമീപം മറിഞ്ഞത്. നാവികസേന ബോട്ട് ഓടിച്ചിരുന്ന ഡ്രൈവർക്കെതിരെ മുംബൈ പോലീസ് കേസെടുത്തു. അപകടത്തിൽപ്പെട്ട യാത്രാ ബോട്ടിലുണ്ടായിരുന്ന യാത്രക്കാരുടെ പരാതിയിലാണ് കേസ്. സംഭവത്തിൽ നാവികസേനയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്, ട്രയൽ റൺ നടത്തുകയായിരുന്ന നേവി ബോട്ടിൻ്റെ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും യാത്രാ ബോട്ടിൽ ഇടിക്കുകയുമായിരുന്നു. അപകടം നടന്ന ഉടനെ നാവികസേനയുടെ 4 ഹെലികോപ്റ്ററുകളും 12 റെസ്ക്യൂ കപ്പലുകളും സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അതിനിടയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് യാത്രാ ബോട്ട് കടൽ യാത്ര നടത്തിയതെന്നായിരുന്നു റിപ്പോർട്ട്. യാത്രാ ബോട്ടിൽ ആവശ്യത്തിന് ലൈഫ് ജാക്കറ്റ് ഇല്ലാതെയായിരുന്നു ഇവരുടെ യാത്ര. ഉള്ള ലൈഫ് ജാക്കറ്റുകൾ പോലും അപകട സമയത്ത് യാത്രക്കാർക്ക് ധരിക്കാൻ നൽകിയില്ല എന്നും യാത്രക്കാർ ആരോപിച്ചു. രാജ്യം വിടും മുമ്പ് സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും സിറിയയുടെ മുൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ ആസാദ് ഇസ്രായേലിന് ചോർത്തി നൽകിയതായി റിപ്പോർട്ട്. ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ഇടങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ ബാഷർ അൽ അസദ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് കൈമാറിയതായി റിപ്പോർട്ട്. പകരം സുരക്ഷിതമായി രാജ്യം വിടുവാൻ ഇസ്രായേൽ ആസാദിനെ സഹായിച്ചുവെന്നും UK-യിൽ നിന്നുള്ള ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യയുടെ സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട ബാഷർ അൽ അസദ് മോസ്കോയിൽ ഇറങ്ങിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ സിറിയയ്ക്കെതിരെ ആക്രമണം ആരംഭിച്ചത്. സിറിയയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഇതുമൂലം സിറിയയുടെ മുഴുവൻ ആയുധശേഷിയും നശിപ്പിക്കുവാനായി ഇസ്രായേലിന് സാധിച്ചു. അതിനുശേഷമാണ് സിറിയയുടെ ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ കൈയടക്കിയത്. ഗോലാൻ കുന്നുകൾ മാത്രമല്ല, ഗോലാൻ കുന്നുകളുടെ താഴ്വാരകളും ഏകദേശം 100 കിലോമീറ്ററോളം അകത്തോളം ഇസ്രായേൽ സിറിയയുടെ ഭൂമി സ്വന്തമാക്കി. ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേക്കുന്ന ജനുവരി 20 മുൻപ് തന്നെ കാനഡ തങ്ങളുടെ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കണമെന്നും അല്ലാത്ത പക്ഷം കാനഡയുടെ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക നികുതി ചുമത്തുമെന്നും ട്രംപ്. അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റവും ലഹരി പദാർത്ഥങ്ങളുടെ കടത്തും നിയന്ത്രിക്കാനാണ് തൻ്റെ തീരുമാനമെന്ന് ട്രംപ് പറഞ്ഞു. കാനഡ അതിർത്തി സുരക്ഷയിൽ അയവ് കാണിക്കുന്നത് കൊണ്ടാണ് കാനഡയിൽ നിന്ന് മൈഗ്രൻസ് അമേരിക്കയിലേക്ക് കടന്നു കയറുന്നത്. ട്രംപിൻ്റെ ഭീഷണിക്ക് പിന്നാലെ അതിർത്തി സുരക്ഷയ്ക്കായി $900 മില്യൺ പദ്ധതി ആരംഭിക്കാനാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ തീരുമാനം. ഇതോടെ കാനഡ വഴി US-ലേക്കുള്ള നുഴഞ്ഞുകയറ്റപാത അടയുകയാണ്. പ്രധാനമായും ഇന്ത്യക്കാരായിരുന്നു ഈ പാത ഉപയോഗിച്ചിരുന്നത് എന്നാണ് US പറയുന്നത്. US-ലേക്ക് വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ വലിയൊരു ശതമാനം ഇന്ത്യക്കാരും മെക്സിക്കോക്കാരും ആഫ്രിക്കക്കാരുമാണ്. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. താങ്ക് യു.